ഇപ്പോൾ ഈ വിഷയം ഒരു ജുഡീഷ്യൽ കമ്മീഷനെ വെച്ചിരിക്കുകയാണ്. ഇപ്പം ഇത്രയും MLA-മാരുമുണ്ട്, പ്രതിപക്ഷ നേതാവുമുണ്ട്, ബഹുമാനപ്പെട്ട ഹൈബീഡൻ അവர்களுമുണ്ട്. അടിയന്തിരമായി നിയമസഭയിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു പ്രമേയം അവതരിപ്പിക്കുകയും അതോടൊപ്പം തന്നെ ഈ വിഷയം വഖഫ് പ്രോപ്പർട്ടി അല്ല എന്ന് പറഞ്ഞ് ഈ കേരളത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും പ്രതിഷേധ പ്രകടനങ്ങളോ അല്ലെങ്കിൽ ധർണയോ അനുബന്ധമായിട്ടുള്ള കാര്യങ്ങളോ ചെയ്താൽ അടിയന്തിരമായി ഞങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. അത് പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ അങ്ങയോട് ഞാൻ സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. ഞാൻ അവസാനം പറഞ്ഞൊരു വാചകത്തിൽ ഇതെല്ലാം ഉണ്ട്. നിങ്ങൾ ഇവിടെ ഇരിക്കുന്നത് ഈ രാജ്യം മുഴുവൻ അറിയിക്കുന്നതാണ് അല്ലേ? നിയമസഭ എന്ന് സമ്മേളനം കൂടുന്നു, ആദ്യ ദിവസങ്ങളിൽ തന്നെ ഈ വിഷയം ഗൗരവതരമായി അവതരിപ്പിക്കും. കഴിഞ്ഞ നിയമസഭ കൂടുമ്പോൾ അതുകൊണ്ട് ആക്ഷേപം ഇത് കൊണ്ടുവന്നില്ല എന്ന് പറഞ്ഞു. അന്നിത് വരരുതെന്നായിരുന്നു എല്ലാവരും പറഞ്ഞിരുന്നത്. വരേണ്ട ആവശ്യമില്ല, അല്ലാതെ തീരുമെന്നാണ് പറഞ്ഞിരുന്നത്. ഓർമ്മയുണ്ടല്ലോ കഴിഞ്ഞ നിയമസഭാ സമ്മേളനം കൂടുമ്പോൾ കൊച്ചിയിൽ ആരംഭിക്കും. നമ്മുടെ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള സമര പ്രചരണങ്ങൾ കൊച്ചിയിൽ നമ്മൾ അടുത്ത ദിവസം തന്നെ നമ്മൾ ആരംഭിക്കും. അതിന്റെ തുടർച്ചയായി ഈ സംസ്ഥാനത്തുടനീളം എല്ലാ വിഭാഗം ജനങ്ങളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് കേട്ടോളാം, എല്ലാ വിഭാഗം ജനങ്ങളും ആരും നിങ്ങളുടെ കാര്യത്തിൽ മാറിയിക്കാൻ പാടില്ല. അതാണ് ഞങ്ങളുടെ അഭിപ്രായം. എല്ലാ വിഭാഗം ജനങ്ങളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് ഉള്ള പരിപാടികൾ സംസ്ഥാന വ്യാപകമായി ഞങ്ങൾ നടത്തും. സമരസമിതിയുടെ എറണാകുളത്ത് അതിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നടത്തും. സമരസമിതിയുടെ ആ അഭിപ്രായം ഞങ്ങൾ പൂർണ്ണ മനസ്സോടുകൂടി സ്വീകരിച്ചിരിക്കും.